തന്ത്രത്താൽ നേടിയത് ദൈവം തന്നതാണെന്ന് പറയരുത്. ഇസഹാക്കിന് ഇറച്ചി നൽകി ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഏശാവ് വേട്ടയിറച്ചി തേടിപ്പോയി. ഏശാവ് വേട്ടയിറച്ചി തേടിപ്പോയ സമയം കൊണ്ട് യാക്കോബ് അമ്മയായ റിബേക്കയുടെ സഹായത്തോടെ ഇറച്ചി സംഘടിപ്പിച്ച് ഏശാവാണെന്ന് അപ്പനെ ബോധ്യപ്പെടുത്താൻ ഏശാവിൻ്റെ അങ്കി ധരിച്ച് ഇസഹാക്കിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. ഇറച്ചിയുമായി മുൻപിൽ ചെന്ന് നിന്ന യാക്കോബിനോട് ഇസഹാക്ക് ഒരു ചോദ്യം ചോദിച്ചു. മോനെ ഏശാവേ, ഇത്ര വേഗം നിനക്ക് ഇറച്ചി ലഭിച്ചോ? അപ്പോൾ വാർദ്ധക്യത്തിലാണെങ്കിലും പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്തിലാണെങ്കിലും ഇസഹാക്കിനറിയാം, എത്ര വലിയ വേട്ടക്കാരനാണെങ്കിലും വിദഗ്ധനാണെങ്കിലും ഇത്ര വേഗം വേട്ടയിറച്ചി കിട്ടാൻ സാധ്യതയില്ല. ഈ ചോദ്യം യാക്കോബിനോട് ഇസഹാക്ക് ചോദിക്കുമ്പോൾ യാക്കോബിൻ്റെ ഉപായത്തിലുള്ള മറുപടി, ഞാൻ കാട്ടിലേക്ക് ചെന്ന ഉടനെ എനിക്ക് അമ്പെയ്ത് വീഴ്ത്താൻ തക്കവണ്ണം എനിക്ക് പിടിച്ചെടുത്ത് കൊണ്ടുപോകാൻ കഴിയും വിധം ദൈവം എനിക്കൊരു വേട്ടമൃഗത്തെ മുൻപിൽ കൊണ്ടു തന്നു. ആ വേട്ടമൃഗത്തെ ഞാൻ പാകപ്പെടുത്തി അങ്ങേക്ക് ഭക്ഷിക്കാൻ മുൻപിൽ കൊണ്ടു തന്നിരിക്കുന്നു. നാം തന്ത്രത്താൽ നേടിയത്, നാം ഉപായത്താൽ സമ്പാദിച്ചത്, മറ്റുള്ളവരെ കബളിപ്പിച്ച് നേടിയത് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ്, പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചതാണെന്ന് പറഞ്ഞ് നാം അഹങ്കരിക്കരുത്. അതിന് നാം മറുപടി പറയേണ്ടി വരും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.